സ്വർഗാരോഹണ ദിനം വരികയാണ്. അത് ജനുവരി 21-ാം തീയതിയാണ് അടുത്ത വർഷം. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇതുപോലെ നമ്മുടെ ആചാര്യനൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാ ആചാര്യന്മാരുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ഡോക്ടർ രാജീവ് ഇരിഞ്ഞാലക്കുട എന്ന് പറഞ്ഞിട്ട് ഒരു സാധകനുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഇവിടെ വിവേകാനന്ദ സ്വാമി വന്നതിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ വച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ഇവർ ചെയ്യുന്ന അവിടെ അദ്വൈത പ്രധാന സഭ. അപ്പൊ അതിൽ വന്നപ്പോ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അപ്പോ ആര്യസമാജം ഇന്നലെ ഇന്ന് നാളെ എന്നൊരു സബ്ജക്റ്റ് നമ്മുടെ ഈ മാഷിന്റെ വിയോഗ സ്മരണ ദിനത്തോടനുബന്ധിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ പൊതുവെ ആര്യസമാജത്തിന്റെ ഒരു പ്രസക്തി ശരിക്കും വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കാം. ആചാര്യനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ പഠിതാക്കളെയും സ്വാഗതം. ആരംഭിക്കാം. ഇനി സമയം കളയണ്ട, 14 सरस्वती वाजेभिर्वाजिनीवती यज्ञं वष्टुधिया वसु. ओम വേദശാസ്ത്രം നമ്മൾ ഏതാണ്ട് 10ഓളം നാഴികക്കല്ലുകളെന്ന് പറയാം പിന്നിട്ടു. ഇത് മാർഗത്തിലാണ്. മാർഗം കാണിക്കുക, വഴി എന്ത് എന്ന് അന്വേഷിക്കുക. തെരയുക എന്ന് പറയുക. മലയാളത്തിൽ 2 പ്രധാന പദങ്ങളുണ്ട്: തെരയുക, തിരയുക. തെരഞ്ഞെടുപ്പ്, തിരഞ്ഞെടുപ്പ്, ഇത് തമ്മിലൊരു തർക്കമുണ്ട്. തെരയുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, തിരിയുക തിരിച്ച് എടുക്കുക. അപ്പം അവിടെ നമ്മൾ ചൂസ് ഫ്രം ഓൾട്ടർനേറ്റീവ്സ് പലതുണ്ട്, അതിൽ ഒന്നിനെ എടുക്കുന്നു. പലതുണ്ട്, ഒന്നിനെ എടുക്കുന്നു. ഒന്നും കാണുന്നില്ല, അന്വേഷിക്കുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ശരിയായില്ലേ? എന്റെ ആയിരുന്നാണോ വാഴക്കളഞ്ഞിരുന്നത്? ഞാൻ മ്യൂട്ട് ചെയ്യാം. ശരി. ഇടയ്ക്കൊരു കോൾ വന്നു, അങ്ങനെ ഒന്ന് കട്ടായി. അപ്പം തിരയുക, തിരയുക. ഇപ്പോൾ നമ്മൾ തിരയുകയാണ്. തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനീ പറയുന്നത് നമ്മുടെ ഈ ക്ലാസ്സുകളിലെല്ലാം ഇത് പലർക്കും ആദ്യം കേട്ടാൽ മനസ്സിലാവില്ല. ഞങ്ങൾക്ക് എന്താ പറയുക, നമ്മളൊരു ക്ലാസ്സിൻ്റെ പ്രതീതി. ക്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ സാധാരണ ക്ലാസ്സിലിരിക്കുമ്പോൾ നോട്ട് എടുക്കുക, എന്തെങ്കിലുമൊക്കെ കുറിച്ചെടുത്തുകൊണ്ട് പോകാൻ ടേക്ക് അവേസ് കൂടുതൽ വേണമെന്ന് പറയാറുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഞാനും സംസാരിക്കുമ്പോൾ ഞാനതിൽ ശ്രദ്ധിക്കാറില്ല. നമ്മൾ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, അപ്പോൾ അതിൽ ഇന്നത് പഠിക്കുക, ഫാക്റ്റുകൾ, തത്വങ്ങൾ ഇതാണ്, റൂൾ ഇതാണ്, ലോ ഇതാണ്, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പോലെ 1, 2, 3 എന്ന് പറഞ്ഞവർക്കൊന്ന് കോർത്തെടുക്കാനും എഴുതിയെടുക്കാനും പിന്നീട് ഓർക്കാനും ഒക്കെ കഴിയുന്ന, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഒരു സാധാരണ നമ്മൾ ക്ലാസ് എന്ന് പറയുക. ഇത് ഞാനൊരു സംസാരം എന്ന നിലയിലാണ് ഇതിനെ കൊണ്ടുപോകുന്നത്, ടോക്ക് എന്ന് പറയുന്ന രീതിയിലാണ്. ഞാനും കൂടുതൽ അങ്ങനെ തയ്യാറെടുത്ത് അല്ല ഇതിന് പറയുക. ഓരോ ക്ലാസ്സും അതങ്ങനെ വന്ന് ഭവിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ, ചോദ്യങ്ങൾ വരുന്നു, അതിനുത്തരം പറയുന്നു, അതിലൂടെ നമ്മൾ മെല്ലെ മുന്നേറുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ തിരയുന്നതും തിരയുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ തിരച്ചിലല്ല, തെരച്ചിലാണ്.
കാരണം നമുക്ക് എന്ത് കിട്ടുന്നില്ല, പലതില്ല നല്ലതൊന്ന് തിരഞ്ഞെടുക്കുവാൻ. ഒരുപാടുണ്ട് സത്യത്തിൽ. അതിൽ ഏതെടുക്കണമെന്നറിയുക, അത് തന്നെ ഒരു തെരച്ചിൽ അന്വേഷണത്തിൻ്റെ വഴിയിലായി പോവുക. അതേസമയം ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും നല്ല വഴി ഏതെന്ന് അന്വേഷിക്കും. രാജപാത ഉണ്ടെങ്കിൽ അതിലൂടെ തന്നെ പോകും, തടസ്സങ്ങൾ കുറഞ്ഞ. അതിലൊരു വിഷയമുണ്ട്. തടസ്സങ്ങൾ കുറഞ്ഞ വഴി എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യാൻ എളുപ്പമാണ്, സുഖമാണ്, പെട്ടെന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അതാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും അത് കിട്ടാറില്ല. ഇക്കാലത്ത് എളുപ്പവഴി എന്ന് പറയുമ്പോൾ അത് പുണ്യം പെട്ടെന്ന് ചോർന്നു പോകുന്നൊരു കാര്യമാണ്. തടസ്സങ്ങൾ വരുമ്പോൾ, മാർഗ തടസ്സങ്ങൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഉണർവുണ്ടാവും, കുറച്ചുകൂടി നമ്മൾ ജാഗ്രത ആവും. അപ്പോൾ ഈ കാണുന്നതൊക്കെ എടുക്കുക, പെറുക്കിയെടുക്കുക, പിന്നെ പലതുണ്ട് പെറുക്കിയെടുക്കുന്ന ആ ഒരു രീതി നിർത്തിയിട്ട് തെരച്ചിൽ ആരംഭിക്കും, അന്വേഷണം ആരംഭിക്കും തടസ്സം വരുമ്പോൾ. ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന പല വഴികളെന്ന് പറയുന്നത് വാസ്തവത്തിൽ വഴികളല്ല, മാർഗ തടസ്സങ്ങളാണ്. മാർഗത്തെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ഒരു വശത്ത് വേദം, ഒരു വശത്ത് വേദവും വേദശാസ്ത്രവും, ഒരു വശത്ത് സയൻസ് തുടങ്ങിയുള്ള ആധുനിക സംവിധാനങ്ങൾ മറുവശത്ത്. അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ആവരുതായിരുന്നു. മനുഷ്യരാണ്, മനുഷ്യരാശിയാണ്. വടക്ക് തെക്ക് ഭേദമോ കിഴക്ക് പടിഞ്ഞാറ് ഭേദമോ ഒന്നും ഉണ്ടാവരുത്. എല്ലാം ഒരു ഏകലോകമായ രീതിയിൽ തന്നെ പോകണമായിരുന്നു. ലോകാഹ് സമസ്ത, ഇതാണ് നമ്മളുടെ ആശയം. അതിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു കിളിക്കൂട് പോലെ ഇരിക്കണം. യത്ര വിശ്വം ഭവതി ഏകനീടം. അപ്പം വിശ്വം എല്ലാം ഒരു കിളിക്കൂട് പോലെ എവിടെയുണ്ടോ, എവിടെ നിലനിൽക്കുന്നുവോ എന്നാ പറയുന്നത്. ലോകം ഒരു കിളിക്കൂട് പോലെ എന്നതിന് സാധാരണ ആശയം മാത്രം, ഇങ്ങനെ ആശയാനുവാദം ആണ് ആളുകൾ പറയാറുള്ളത്. എത്ര എവിടെയാണോ വിശ്വം, ലോകം ഒരു കിളിക്കൂട് പോലെ നിലകൊള്ളുന്നത്. അപ്പം അതാണ് കാഴ്ച. ഈ ചിതറിയ ലോകങ്ങളൊക്കെയും ഒരു കൈകളിൽ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. ആ കാഴ്ച കാണണം. അതിനെയാണ് നമ്മൾ ഈശ്വര സത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതറിയാതെ, ഏതുവഴിയാണ് നടക്കുന്നതെന്ന് അറിയാതെ എങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തുക? അത് പ്രധാന ഒരു തടസ്സമാണ്. സാധകൻ്റെ സഞ്ചാരത്തിൽ, അന്വേഷണ യാത്രയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമസ്യയാണ് നമ്മൾ കാണുന്നതെല്ലാം മാർഗമെന്ന് തോന്നുന്നത്. മാർഗ തടസ്സം നമ്മൾ കാണില്ല. അപ്പോൾ അവിടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഛാന്തോക്യ ഉപനിഷത്തിലാണ് ആ ഒരു ആശയം വരുന്നത്. നിധിക്ഷേത്രത്തിലൂടെ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. നിധി ഒട്ട് കിട്ടുന്നില്ല. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്ത് ഉറപ്പായിട്ട് നിധിയുണ്ട്. പക്ഷേ അതിൻ്റെ സ്ഥാനം, അത് എവിടെ ഇരിക്കുന്നു എന്നറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിധിക്ഷേത്രം, നിധി ഉള്ളിലുള്ളൊരു സ്ഥലത്തൂടെ ഒരു വ്യക്തി അതറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് ഒരിക്കലും നിധി കിട്ടുന്നില്ല. നിധിയോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയാണ് അയാളുടെ വ്യവഹാരങ്ങളെല്ലാം. പക്ഷേ നിധി എപ്പോഴും അന്യമായിട്ട് നിൽക്കുന്നു. അമ്മട്ടിൽ വഞ്ചിതരായ നിലയിലാണ് മിക്കവാറും അന്വേഷകർ. അപ്പം ഇത് തന്നെയാണ് ബ്രഹ്മലോകം. ഇതിൽ നിന്ന് ഭിന്നമല്ല ബ്രഹ്മലോകം. മാർഗവും ലക്ഷ്യവും രണ്ടല്ല എന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു പ്രകരണം ഉപനിഷത്ത് ഋഷി മുന്നോട്ട് വെച്ചത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അനൃതേന ഹി പ്രത്യൂഢ മനുഷ്യ, അതും ഛാന്തോക്യം തന്നെയാണ്. ഋത വിരുദ്ധമായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സാധാരണ നിയമങ്ങളുണ്ട്. എല്ലാം ജനറൽ റൂൾസാണ്, നോർമലായ ചില മര്യാദകൾ, നയങ്ങൾ, യാത്രയുടെ ചില ചിട്ടവട്ടങ്ങൾ. അത് പാലിച്ചാലേ യാത്ര, പഥ്യം ആചരിക്കുക എന്ന് പറയും. പഥ്യം ആചരിച്ചില്ലെങ്കിൽ രോഗമുറപ്പ്. രോഗാവസ്ഥയിലും എന്ത് ചെയ്യണം? പഥ്യം ആചരിക്കണം. അപ്പോൾ പഥ്യം എന്ന് പറഞ്ഞാൽ പഥയോഗ്യം പഥ്യം. പഥത്തിന്, മാർഗത്തിന് യോഗ്യമായതിനെയാണ് പഥ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമ്മൾ യാത്രയിലാണ്. ആത്മാവ് എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം പോലും അതാണ്.
അപ്പോൾ ഈ രണ്ട് വശത്തായിട്ട് രണ്ട് എൻഡ് നമ്മളെ ആകർഷിക്കുകയാണ്: വേദം, സയൻസ്. അറിവിനെ സംബന്ധിച്ച് അറിവ് നമുക്ക് വേണം, അറിവില്ലാതെ യാത്രയില്ല. അപ്പോൾ തിരി തെളിച്ച് നമ്മൾ നിരന്തരം എണ്ണ ഒഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എണ്ണ ഒഴിച്ച് നിലനിർത്തിയാണ് ഈ അറിവെന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യത്തെ നമ്മൾ നിലനിർത്തുന്നത്. അപ്പോൾ ഇവിടെ തിരി എന്ന് പറയുന്നത് പരമ്പരയാണ്. ആ തിരിയുടെ നീളം കണ്ടില്ലേ? അത് ചെറുതായിട്ടിരുന്ന് കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ എണ്ണ എത്രയുണ്ടെങ്കിലും തീരെ ചെറുതാണെങ്കിൽ അത് മുങ്ങി അടക്കിടക്കില്ല, പെട്ടെന്ന് തീരും. അപ്പോൾ ഒരു വിളക്ക് കത്തണമെങ്കിൽ, ആ ദീപം ശരിക്കും നിലനിൽക്കണമെങ്കിൽ പര്യാപ്തമായിട്ട് എണ്ണ വേണം, ഇന്ധനം വേണം. ഒപ്പം ആ ഇന്ധനം അതിനൊരു നാളിക വേണം, തിരി വേണം. നമ്മുടെ യാത്രയിൽ ഈ ആ തിരിനാളം എന്നൊക്കെ പറയത്തില്ലേ, നമ്മളുടെ ജ്ഞാനവ്യവഹാരങ്ങളാണ് അവിടെ ദീപം എന്ന് പറയുന്നത്. ഒരു ജീവി മനുഷ്യനായിരിക്കുമ്പോൾ, മനുഷ്യാത്മാവ് മനുഷ്യ ശരീരത്തിൽ അറിവിലൂടെയാണ് സ്വയം പ്രകടമാകുന്നത്. ശരീരമാണ് അവിടെ തിരി എന്ന് പറയുന്നത്. ഈ ശരീരം കത്തുന്നുണ്ടോ, വേണ്ട വിധത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ അറിവാകുന്ന ജ്യോതി അവിടെ ആ തിരുനാളം പോലെ കത്തി നിൽക്കണം. അതിന് നിത്യവും എണ്ണ ഒഴിക്കണം. എണ്ണ എന്ന് പറയുന്നത് ഈ കത്തുന്ന അതിൻ്റെ ബാക്കി തന്നെയാണെന്ത്, പിന്നെ ഈ ഇന്ധനം ആഗ്നേയമാണ്. അഗ്നിയെ നിലനിർത്തുവാനും വർദ്ധിപ്പിക്കുവാനും കഴിവുള്ളത് മാത്രമാണ് ഇന്ധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാത്തത്, എണ്ണ തന്നെ ഒഴിക്കേണ്ടത്. ദ്രവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാഹ്യരൂപം മാത്രം ഒത്തിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അറിവാകുന്ന എണ്ണ, അറിവാകുന്ന ജ്യോതി, ഇവിടെ ഇത് സഞ്ചരിക്കുന്നത് ഒരു അദൃശ്യമായ സഞ്ചാരമുണ്ട്, നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അഗ്നി ആഗ്നേയ തത്വത്തിലൂടെ തന്നെ പുറത്തേക്ക് വരുന്നു, പക്ഷെ നമുക്കറിയുന്നില്ല ഈ സഞ്ചാരം. അത് കിടുമ്പോൾ കരിന്തിരി കത്തിയെന്ന് പറയും. അപ്പൊ അറിവാകുന്ന എണ്ണ ഒഴിച്ചില്ല എങ്കിൽ, അറിവാകുന്ന എണ്ണയൊഴിച്ച് നിലനിർത്തിയില്ല എങ്കിൽ കരിന്തിരിയായി പോകും, ശരീരവും കെട്ട് പട്ടുപോകും. അപ്പോൾ ഇവിടെ ഞാൻ 2-3 കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, ഇത് അമൂർത്തമായ ആശയമായിട്ട് തോന്നാം. പക്ഷെ ആദ്യം നമ്മൾ ബലപ്പെടേണ്ടത് കൺസെപ്റ്റുകളാണ്. ചെറിയ ചെറിയ ശകലങ്ങൾ, നോട്ട് ബുക്കിൽ കുറിക്കുന്ന കാര്യങ്ങൾ, അത് നിങ്ങളുടെ തത്കാലത്തെ ഓർമ്മയിലേക്ക് നിൽക്കുകയുള്ളൂ. വേദത്തിൻ്റെ വഴിയിലേക്ക് വരുമ്പോൾ ഒരു വലിയ ക്യാൻവാസാണ് നമ്മുടെ മനസ്സ് എത്ര ചെറുതോ വലുതാണോ, എത്ര ചെറുതായിരിക്കുന്നോ ആ ചെറുതാകുമ്പോൾ നമുക്ക് ഓംകാരത്തിലേക്ക് എത്തണം. ഓംകാരമാണ് ബീജം എന്ന് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. എല്ലാറ്റിനെയും തത്തേ സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. ഇത് സംഗ്രഹിച്ച് നമ്മളെ തന്നു ഓമെന്ന്. അത് വിസ്തരിക്കുമ്പോഴോ രണ്ടും വേണം, വ്യാസവും വേണം, സമാസവും വേണം. വിസ്തരിക്കാനും കഴിയണം, ചുരുക്കാനും കഴിയണം. ചുരുങ്ങിയാലും വിസ്തരിച്ചാലും ഒന്നായിരിക്കണം അറിവ്, വ്യത്യാസം ഉണ്ടാവരുത്. അത് പഠിക്കണം നമ്മൾ. ആധുനിക സയൻസിൻ്റെയും മറ്റും അന്വേഷണ രീതിയിലും ഇതുകൊണ്ട് ഏറെക്കുറെ അവർ 2 മെത്തേഡ്സിനെ അംഗീകരിക്കുന്നുണ്ട്: ഇൻഡക്ഷൻ, ഡിഡക്ഷൻ. ചെറിയ ചെറിയ ഫാക്റ്റുകൾ അവിടെയും ഇവിടെയും നിന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ കണ്ടിട്ട് ഇതാണ് അതിൻ്റെ ഒരു റൂള്, ജനറൽ റൂള്. അങ്ങനെ പല കാര്യങ്ങളെ കണ്ട് ഓരോന്നും കണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു രീതി മനസ്സിലാക്കുന്നു. എന്നിട്ട് അവിടുത്തെ ജനതയുടെ ജീവിത രീതിയിൽ ഇന്ന കാര്യങ്ങളാണ് കാണുന്നത് എന്ന് ഒറ്റയ്ക്ക് ഓരോരുത്തരെയും കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു നിയമം പറയുന്നത് ഇൻഡക്ഷൻ എന്ന് പറയും. അതേസമയം ഒരു ജില്ല മൊത്തമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തമായിട്ട് കാണുന്നു. ആ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേക ഒരു അംശം മാത്രമാണ് ആ ഗ്രാമം അല്ലെങ്കിൽ ആ ദേശമെന്ന് പിന്നെ തിരിച്ചറിയുന്നു. ഏതായിരിക്കും നല്ലത്? ഒറ്റയ്ക്കൊരു ദേശത്തെത്തിയിട്ട് പരസ്പര ബന്ധമില്ലാത്ത നിലയിൽ കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്നു, എന്നിട്ട് അതെന്ത് ചെയ്യുന്നു? പ്രബന്ധമാക്കുന്നു, ഗ്രന്ഥമാക്കുന്നു, പ്രഭാഷണമാക്കുന്നു, വിസ്തരിക്കുന്നു. നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് കിട്ടുന്നു, കുറച്ചുകൂടെ നമുക്ക് കാര്യം ഗ്രഹിക്കാൻ പറ്റുന്നു എന്നൊക്കെ തോന്നലുണ്ടാവും. പക്ഷെ ഒറ്റപ്പെട്ട ചിതറിയ അറിവുകളായിരിക്കും അത്. ഒരു വലിയ ദേശത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് അത്, ആ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിന് തനിയെ നിലനിൽപ്പില്ല.
വലിയ ദേശത്തിൻ്റെ വലിയ സീമയുടെ ഭാഗമായിട്ട് മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഈ യാത്രയിലൊക്കെ ബാധകമായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ദേശത്തിൻ്റെ ചുരുക്കമാണ്, ഏകദേശ വിജ്ഞാനമാണ്. സീമിതമായ, പരിമിതമായ, ചെറുതിലേക്ക് എപ്പോഴും ചുരുങ്ങി പോകുന്നു. നമ്മുടെ ഈ മനുഷ്യ മസ്തിഷ്കത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിൽ ആളിത്യത്തെ ഇഷ്ടപ്പെടുന്നു. ചെറുതാണ് സുഖം, കാരണം പെട്ടെന്ന് ഗ്രഹിക്കാം, പെട്ടെന്ന് ഓർത്ത് വെക്കാം, പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് പകരാം, തീർന്നു എന്നൊരു വിചാരം നമുക്കുണ്ടാവും. ഒന്ന് വന്നു, അടുത്തത് വന്നു, അങ്ങനെ. ഇതെല്ലാം ക്ഷണികം എന്ന് പറയുന്ന ക്ഷണങ്ങളിലാണ്. അപ്പോൾ ജീവിതവും നമ്മളുടെ ചിന്തകളും ഒക്കെ ക്ഷണങ്ങളിലാണ് നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രസമുണ്ട്, ഒരു സുഖമുണ്ട്. അറിയുന്നുണ്ടോ? ഉണ്ട്, അതും അറിവാണ്. അപ്പോൾ അറിവിന് രണ്ട് രീതി വന്നു, ബിന്ദുക്കളായിട്ട് നമ്മൾ കാണുന്നു. അപ്പം ജലധാര എന്ന് പറയുമ്പോഴെന്താണ്? തുള്ളികൾ തന്നെയാണ്, അത് കൂടിച്ചേർന്നാണ് ധാരയാകുന്നത്. അപ്പോൾ ഇന്ന് ഇതിനു മുമ്പ് ഒരു സമാധിയെ സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവം, അതിന്മേലൊരു സംസാരം, ചർച്ച നടന്നു കുറച്ച് മുമ്പ്. അപ്പോൾ നമ്മളുടെ ഈ യാത്രയുമായിട്ട് അതിന് ബന്ധമാണ്. കാരണം യാത്രയും പ്രവാഹവുമായിട്ടൊരു ബന്ധമുണ്ട്. നദിയുടെ ഒഴുക്ക്, അറിവിൻ്റെ തിരിയുടെ നീളം, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഈ ബിംബങ്ങളൊക്കെ മനസ്സിൽ വരണം, വെറുതെ പറഞ്ഞു പോകുന്നതല്ല. നമ്മളൊരു നദിയുടെ അടുത്ത് നിൽക്കുന്നു. ഈ ക്ഷണങ്ങളുടെ വിചാരം വളരെ വലിയൊരു വിഷയമാണ്. ഭൗതികവാദികൾ പറയും ഒരു നദിയിൽ 2 വട്ടം കാലുകുത്താനാവില്ല. ഭൗതികവാദം തെറ്റല്ല, അതിലെല്ലാം എന്തുണ്ട്? ശരിയുടെ ചെറിയ അംശങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഇടത്തുനിന്നും മാറിയിട്ടില്ല. മാർഗമെന്ന് പറയുന്ന, നമുക്ക് തോന്നുന്നു ഇത് വഴിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം വഴികളാണ് എന്ന് പറയും. എല്ലാ വഴിയും ഒന്നിലേക്കാണ് എന്നും മറ്റും പറയും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത്, ഇത് പലതും വഴിയല്ല, മാർഗ തടസ്സങ്ങളാണ്. അവിടെ ചെല്ലുമ്പോൾ അത് നിന്നു പോവുക. നമ്മുടെ വഴി മുട്ടി, ഇനി അങ്ങോട്ട് പോകാനില്ല. വീണ്ടും എന്ത് ചെയ്യണം? അത്രയും ദൂരം തിരിച്ചു നടക്കണം. അപ്പോൾ അതിനെ വഴിയെന്ന് പറയാൻ കഴിയില്ല. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനെ മാത്രമേ വഴിയെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലക്ഷ്യമുറപ്പിക്കണം. ലക്ഷ്യം രണ്ടില്ല, ബ്രഹ്മത്തൽ ലക്ഷ്യമുച്ചതേ, ബ്രഹ്മമാണ് ലക്ഷ്യം. അപ്പോൾ ലക്ഷ്യം ഒന്നേ ഉള്ളൂ എങ്കിൽ മാർഗവും കൃത്യമായിട്ട് അതിന് ഉതകുന്നതാണ്. അത് ഒന്നാകണമെന്ന് നിർബന്ധമില്ല, പക്ഷെ അതിന് യോജിച്ചതാവണം. അപ്പം എല്ലാ വഴിയും ഒന്നിലേക്ക് നയിക്കുന്നു എന്ന് വിചാരിക്കരുത്. കാരണം വഴിയുടെ സ്വഭാവം എന്താണ്? അത് കറങ്ങി തിരിഞ്ഞൊക്കെ പോകും, ഇടം വലം തിരിയും. അപ്പം ഇടം വലം തിരിയുന്നതെല്ലാം പ്രകൃതിയുടെ ഒരു രീതിയാണ്. പ്രകൃതിയിൽ പലതും സ്ട്രെയിറ്റ്, ഋജുവായതില്ല. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. ഋജുവായത് പ്രകൃതിയിൽ കുറവാണ്. ഋജുവായത് പ്രകൃതിയിൽ ഇല്ല. വഴി നമ്മൾ എന്ത് ചെയ്യുകയാണ്? വളഞ്ഞതും കുറിയതും കൃത്രിമമായൊക്കെ കിടക്കുന്ന സംഗതികൾ, കുടിലമായിട്ട് കിടക്കുന്ന വഴികൾ നമ്മൾ എന്ത് ചെയ്യാണ്? വെടിപ്പാക്കി നിവർത്തിയെടുക്കുക. അപ്പം വഴി വെട്ടി തെളിച്ചല്ലേ എടുത്തത്. നമ്മൾ കാണുന്ന വളരെ ഈ നീളത്തിൽ കൃത്യമായിട്ട് കിടക്കുന്ന വഴികൾ പലതും വളരെ ബുദ്ധിമുട്ടി എത്രയോ കാലത്തെ അധ്വാനം കൊണ്ട് തെളിച്ച് മെല്ലെ തെളിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ യോഗശാസ്ത്രത്തിൻ്റെ ഒരു നയം ഈ ഇടം വലം പോകണ്ട, നട്ടലിലൂടെ പോകണമെന്ന് പറയും. നട്ടലിൻ്റെ മാർഗം, അത് കാരണം നീ പറഞ്ഞതാണ്. ബാക്കിയെല്ലാം ഇടം വലം പോകുന്നു. അങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. അത് ഇടത്തൂടെ ചുറ്റി വലത്തെത്തും, വലത്തൂടെ ചുറ്റി ഇടത്തെത്തും. ഇടകല പിങ്കല എന്നൊക്കെ യോഗശാസ്ത്രത്തിൽ പറയും. അപ്പോൾ ഇടം വലമുള്ള യാത്രകളുടെ എല്ലാം ഒരു വിഷയം അതാണ്. അത് പരസ്പരം എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ എല്ലാറ്റിലും നന്മകളുണ്ടാവും, നന്മകൾക്ക് കുറവൊന്നുമില്ല. പക്ഷെ നമ്മെ സംബന്ധിച്ച് നമ്മുടെ യാത്ര ഈ ചുറ്റുക എന്നതല്ല, മറിച്ച് ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതാണ്. ചുറ്റിക്കറങ്ങാം, ഇടം വലം ചുറ്റിക്കറങ്ങാം, രസമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തിരയുക എന്ന് പറഞ്ഞത്. ഇഷ്ടം പോലുണ്ട്, കാഴ്ചയ്ക്കും അനുഭവത്തിനൊക്കെ ഇഷ്ടം പോലുണ്ട്. ലോകത്തിൽ നോക്കുമ്പോൾ ഏതും പോയി എടുക്കാം, കുറേ സമയം പോകും. യഥാർത്ഥ അന്വേഷണം ആരംഭിക്കുന്നത് ഇതൊന്നും ഉദ്ദേശിച്ച പോലെ
സുഖമുള്ളതല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്. അപ്പം നമ്മെ സംബന്ധിച്ച് എന്താണ് നമ്മളുടെ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത? വളരെ ചെറിയ എല്ലാം ഒന്നുകൂടെ ലളിതമായിട്ട് പറയാമോ? ആ ആശയം മനസ്സിലായില്ല, അത് ഉദാഹരണങ്ങളോടൊന്ന് പറയാമോ? കഥയിലൂടൊന്ന് പറയാമോ? ഇതൊന്നും പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര കാര്യം വേണമെങ്കിലും കഥയിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. പക്ഷേ കഥാവശേഷമാകുക എന്ന് പറയും. കഥ മാത്രമേ ഇരിക്കുള്ളൂ, കാര്യം കിട്ടില്ല. എത്ര കഥയ്ക്കാണോ കുറവ്, കഥ തന്നെയാണോ മൊത്തം. ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടി തുടങ്ങി വെച്ചതാണ്? ആളുകൾക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്, എളുപ്പമാക്കി കൊടുക്കുക. അത്ര മോശം കാര്യമല്ല, മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കാര്യസാധ്യത്തിന് ഉതകില്ല. അതുകൊണ്ടാണ് കഥ പറയുക എന്നുള്ളൊരു പരിപാടി നിർത്തിയിട്ട് കാര്യം പറയുക എന്നതിലേക്ക് ഞാൻ കടക്കുന്നത്. എന്നോട് വ്യക്തിപരമായിട്ട് പറയുക, പറച്ചിലിച്ചിരി എന്താണ് ക്ലിഷ്ടമാണ്, കേൾക്കാനും ഒക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. കിട്ടിയാൽ നേരത്തെ പറഞ്ഞ പോലെ കറങ്ങിത്തിരിയണ്ട. ഇത് പറയുന്നതിന് കാരണം ഞാൻ എന്നെ മഹത്വപ്പെടുത്താൻ പറയുന്നതല്ല. നമ്മൾ ഈ കാര്യങ്ങളെ അങ്ങനെ കാണണം. നേരിട്ട് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശ്രമിക്കണം. വളഞ്ഞ വഴിയിലൂടെ എളുപ്പത്തിൽ എന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. അപ്പോൾ ഋഷി പറയും, നാൽപ്പേ സുഖമസ്തി. നമ്മൾ ചെറുതിൽ സുഖമുണ്ടെന്നല്ലേ കണ്ടത്. ആ ചെറുതിലെ സുഖം എന്ന് പറയുന്നത് നമ്മളുടെ കംഫർട്ട് സോണുകളാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ ശീലങ്ങൾ, പരിചയങ്ങൾ, നമ്മൾ വന്നു പെട്ടിരിക്കുന്ന ഇടങ്ങൾ, അതെല്ലാം ആ ഇടങ്ങളൊക്കെയും സോണുകളെന്ന് പറയുന്ന ഇടങ്ങൾ, ഇതെല്ലാം എന്താണ്? ഏകദേശങ്ങളാണ്. ആ വലുതിൻ്റെ ചെറിയ പാർട്ടുകളാണ്. പലപ്പോഴും അവിടെ ആ വലുതിൻ്റെ ശരിയായ പ്രതിബിംബം ഉണ്ടാകണമെന്നില്ല. പ്രതിബിംബത്തിൻ്റെ കുഴപ്പം എന്താണ്? സൂര്യൻ, ആകാശത്തിരിക്കുന്ന സൂര്യൻ ജലത്തിൽ പ്രതിബിംബിക്കുന്നു. പ്രതിബിംബവാദം വലിയ ഒരു വാദമാണ്, ഒരു വലിയ സരണിയാണ്, ചിന്താസരണിയാണ് വേദത്തിൽ. എല്ലാ ജലാശയങ്ങളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ പ്രതിബിംബം? ഒരു പ്രതിബിംബവും ശരിയല്ല. കാരണം സൂര്യൻ അതല്ല, ഒരു ഛായ മാത്രമാണ്. നമുക്ക് സൂര്യനെ നോക്കാൻ, സൂര്യനെ മനസ്സിലാക്കാൻ, പഠിക്കുവാൻ, സൂര്യൻ്റെ വലിപ്പം മനസ്സിലാക്കുവാൻ ഒരു തുടക്കം ആയിട്ട് അതിനെ കാണാം, ആ ഛായ, ആ ബിംബത്തെ കാണാം. പക്ഷേ ഈ ഛായയിൽ തന്നെ നോക്കിയിരുന്നാലോ, ആ ഛായയിൽ അത് പിന്നെ ഏത് ജലാശയത്തിലാണോ പ്രതിഫലിക്കുന്നത് എല്ലാം ഭംഗിയുള്ളതല്ലേ? ഈ സൂര്യൻ്റെ ബിംബം പതിയുന്നത് എന്തൊരു ഭംഗിയാണ്, എന്തൊരു വ്യത്യാസമാണുള്ളത്. അപ്പം ഈ വ്യത്യസ്ത കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോകുന്ന, അല്പത്തിൽ സുഖം കണ്ടെത്തുന്ന ഒരു രീതി നമ്മളുടെ ബ്രെയിനുണ്ട്. തലച്ചോറ് എപ്പോഴും ലൈറ്റ് ബ്രെയിൻ ആക്ടിവിറ്റിയാണ് ആഗ്രഹിക്കുന്നത്, ലൈറ്റ് ആക്ടിവിറ്റിയാണ് ബ്രെയിൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലാളിത്യം കൊണ്ട് എത്ര കാലം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? എല്ലാത്തിനും ലളിതമാക്കി. ഈ ലളിതമാക്കൽ പ്രക്രിയ വളരെയേറെ വന്നതുകൊണ്ട് മാർഗഭേദങ്ങളുണ്ടായി. അത് മാർഗമെന്ന് കാണരുത്, മാർഗ തടസ്സങ്ങളാണ്. ഹർഡിൽസ് കൂടുന്തോറും, യഥാർത്ഥ ഹർഡിൽസ് ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെന്താ കണ്ടത്? സുഖം, എളുപ്പമുള്ള വഴി, തടസ്സമില്ലാത്ത വഴി. അപ്പോൾ കാഠിന്യമാണ്. എനിക്കത് ക്ലാസ് കഠിനമായിട്ട് തോന്നി. ഒരു വട്ടം അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മൾ രണ്ട് പാകം പറയും. കുറേ പാകങ്ങളുണ്ട്. പാകം, ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് പാകഭേദമുണ്ട്. പാകം എന്ന് വെച്ചാൽ എന്താണ്? അത് തയ്യാറാകുന്ന വിധം, രൂപപ്പെട്ടിരിക്കുന്ന വിധം. നാളികേര പാകം, ദ്രാക്ഷാപാകം. ദ്രാക്ഷാപാകം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ മുന്തിരിപ്പഴത്തിൻ്റെ തൊലി എന്താണ്? ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും? നമുക്ക് അതിനത് രുചി കിട്ടും, പെട്ടെന്ന് രുചി കിട്ടും. രസമല്ലേ? രസമില്ല ഒന്നുമില്ല. പക്ഷെ അകത്തെന്തായിരിക്കുന്നത്? അതിന് കുരുവുണ്ടല്ലോ, അതിനും കുരുവുണ്ട്. പക്ഷെ ആ കുരു നമുക്ക് ഗുണം ചെയ്യുന്നതാണ്, അത് തുപ്പിക്കളയും. അപ്പോൾ ഈ അകത്തിരിക്കുന്നത്, അകക്കാമ്പായിട്ടിരിക്കുന്നത് അത് രുചിക്കുന്നതിനുള്ള ശല്യമായിട്ട് മാറുകയാണ്. ഇനി ഇത് തുപ്പിക്കളയുക, അതുകൊണ്ട് നമ്മൾ കുരുവില്ലാത്ത മുന്തിരി അതിലേക്ക് നമ്മൾ പോയി. അതേസമയം നാളികേര ഭാഗം വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യം എന്താണ്? ഈ തൊണ്ടും പിന്നെ ചകിരിയും ഒക്കെ അതൊന്ന് ബുദ്ധിമുട്ടി വലിച്ചു പറിച്ച് കളയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ചിരട്ട. ഇങ്ങനെ കുറേ സാധനങ്ങൾ താണ്ടിക്കഴിയുമ്പോഴും കൃത്യമായിട്ട് പല ഉപയോഗമുള്ള അതിൻ്റെ കേണൽ എന്ന് പറയുന്ന കാമ്പ് കിട്ടുന്നു. അതിനുള്ളിലോ വീണ്ടും രസം.
ചിലപ്പോൾ എന്തുണ്ടാകും, കുറച്ചുകൂടെ രുചിയുള്ള അതിൻ്റെ എന്താണ് പറയുന്നത് മറ്റ് ഭാഗങ്ങളുണ്ടാവും. വെള്ളം കുടിക്കാം. അപ്പം ഇങ്ങനെ നാളികേരത്തെ പൊട്ടിച്ചെടുക്കുന്ന രീതിയിൽ വേണം ശാസ്ത്രത്തിൻ്റെ അനുഭവം, ശാസ്ത്രത്തിൻ്റെ രുചി അറിയുവാൻ. ദ്രാക്ഷാപാകമുണ്ട്, രസമുള്ള കഥയൊക്കെ പറഞ്ഞ് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്നത്. പക്ഷെ അത് അവസാനം തുപ്പിക്കളയുന്ന കുരു മാത്രമേ കിട്ടുള്ളൂ. ബാഹ്യരസമില്ലെന്ന് പറയുന്നില്ല, ആന്തരരസം അത് നാളികേര പാകത്തിലൂടെ ലഭിക്കുകയുള്ളൂ. കാമ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പം നാളികേര പാകമാണ്, ആ നാളികേര പാകത്തിലാണ് ശാസ്ത്രം ഇരിക്കുന്നത്. അതിനെ ദ്രാക്ഷാപാകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കഥ പറച്ചിലും ഉദാഹരണങ്ങളും കാവ്യം എന്ന് പറയുന്ന പ്രസ്ഥാനം, കാവ്യം, നാടകം ഇത്യാദികളൊക്കെ. ഇതെല്ലാം വഴികൾ തന്നെയാണ്. പക്ഷെ അതിൽ ശരിയായ വഴി ശാസ്ത്രത്തിൻ്റെതാണ്. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങൾ അതിലുണ്ട്. അപ്പം ഇവിടെ ഈ ഇതര വഴികളിൽ, എളുപ്പമുള്ള വഴികളിൽ ബുദ്ധിമുട്ടിനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം കുറച്ചുകൂടെ അനായാസമാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഈ അനായാസതയ്ക്ക് വേണ്ടി നമ്മൾ സ്വരുക്കൂട്ടിയ സാമഗ്രികളെ ആകെ നോക്കുമ്പോൾ അതെല്ലാം സയൻസിൻ്റെ പ്രഭാവത്തിലാണ് കാണുന്നത്. മറ്റേതെന്താണ്, പ്രകൃതി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വൈദിക ഗുരുകുലത്തിലേക്ക് ചെല്ലുമ്പോൾ ആലഭാരങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പം അപരിഷ്കൃതമാണെന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അവിടെ സാധാരണ അശ്രദ്ധമായിട്ട് സാധാരണ എന്താ പറയുന്നത്, കോട്ടൺ തുണി, പരുത്തി വസ്ത്രം ധരിച്ച കുട്ടികളെ കാണും. ഒരുക്കമില്ല, ബ്രഹ്മചാരികളോ ഒന്നും ഒരുങ്ങാതെ ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. ഈ സാധാരണ ജീവിതം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള സാമഗ്രികൾ, ആധുനിക സൗകര്യങ്ങളൊന്നുമില്ല. ഈ സൗകര്യങ്ങൾ കൂടുന്തോറും മനസ്സിലാവുന്ന ഒരു വിഷയം, കാരണം ഈ സൗകര്യത്തിലൂടെ നടന്നു വന്ന ആളുകളാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സൗകര്യങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് വന്നവരാണ്. അവിടെ സാധകത്വം കുറയുന്നു. സാധകൻ എന്ന് പറയുന്നൊരു ഭാവമുണ്ടല്ലോ, പഥികൻ, പഥത്തിന് യോഗ്യനായവൻ, അവനാണ് പഥികൻ. മാർഗമാണിത്, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് യോഗ്യത വേണം, കാരണം എങ്കിലേ അവിടെ എത്തുള്ളൂ. ഈ സുഖം അന്വേഷിച്ചുള്ള യാത്ര, അല്ലെങ്കിൽ സുഖിച്ചുകൊണ്ടുള്ള, സുഖം അന്വേഷിക്കുന്ന യാത്ര, ഞാൻ പറഞ്ഞില്ല തിരയുക എന്നുള്ളത് കുറച്ചുകൂടെ കുഴപ്പമില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതല്ല, സുഖിച്ചുകൊണ്ട് സഞ്ചരിക്കുക. അനുനിമിഷം സുഖം വേണം. ആ സുഖത്തിനൊരല്പം കുറവെന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദുഃഖമായി. അപ്പോൾ ദുഃഖത്തെ താണ്ടുന്ന ഒരു ലക്ഷണം കാണുന്നില്ല അവിടെ. ചെറുതും വലുതുമായ ദുഃഖങ്ങൾ എപ്പോഴും അരട്ടിക്കൊണ്ടിരിക്കും. ഒരു സുഖം വന്നു, അതിനൊരു ബാധ വന്നു, പിന്നെ അടുത്ത സുഖം നോക്കി, ഇങ്ങനെ എപ്പോഴും അങ്ങനെ സൗകര്യപ്പെടുത്തലുകൾ, കംഫർട്ട് സോണുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കി അറിയാം, നമുക്ക് അത് ബുദ്ധിമുട്ടാണ്, ഇത് ബുദ്ധിമുട്ടാണ്. എപ്പോഴാണ് സുഖം കിട്ടുന്നത്? ദുഃഖത്തെ താണ്ടുക സുഖിച്ചുകൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് പറയും, വിദ്യാർത്ഥി ചേത് ത്യജേത് സുഖം, സുഖാർത്ഥി ചേത് ത്യജേത് വിദ്യ. സുഖത്തെയാണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ വിദ്യയെ വിട്ടുകൊള്ളുക, അറിവിനെ വിട്ടുകൊള്ളുക. അറിവിനെയാണോ ആഗ്രഹിക്കുന്നത്, സുഖത്തെയും വിട്ടുകൊള്ളുക. അറിവ് സുഖമാണ്, സുഖസ്വരൂപമാണ്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ആ ലക്ഷ്യത്തിൻ്റെ ലക്ഷണം ആനന്ദമാണ്. പകരമില്ലാത്ത സുഖമാണ്, ദുഃഖസ്പർശമില്ലാത്ത സുഖമാണ്. പക്ഷേ അതിനിടയ്ക്ക്, അതിലേക്കുള്ള മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട നിലയ്ക്ക് നമ്മൾ പഥികര് അലഞ്ഞു തിരിഞ്ഞ് അവിടെയും ഇവിടെയും ഒക്കെ ഉള്ള അല്പസുഖങ്ങളെ തപ്പി പോകുമ്പോൾ അതിന് സുഖമില്ലെന്ന് പറയുന്നില്ല. അപ്പം സർവം ദുഃഖമേവ, എല്ലാം ദുഃഖമാണ്. അപ്പം എത്ര പെസിമിസ്റ്റിക്കാണ്, എല്ലാം ദുഃഖമാണെന്ന് പറയുക. ഈ ദർശനങ്ങളിലെല്ലാം ദുഃഖമാണ് ചർച്ച. അപ്പോൾ സർവം ദുഃഖമിതി സമാധി ഭാവനം ഉപദിശ്യത്തെ എന്ന് ന്യായഭാഷ്യകാരൻ പറയും, വാത്സ്യായന ഋഷി. ഞങ്ങൾ ഈ സർവവും ദുഃഖമാണെന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? സമാധി ഭാവനത്തിന് വേണ്ടിയാണ്. സമാധിയിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോകുവാനാണ്. ഇതെല്ലാം സുഖമാണ്, വരൂ, സുഖത്തിൻ്റെ ആ വഴിയുണ്ട്, ഈ വഴിയുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്തുകൊണ്ടിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതവർ ചെയ്തിട്ടില്ല. അവർ സുഖത്തിൻ്റെ വഴിയല്ല പരസ്യം ചെയ്തത്, ദുഃഖത്തിൻ്റെ വഴിയാണ് പരസ്യപ്പെടുത്തിയത്.
നമ്മളുടെ ഈ ചിന്ത തുടങ്ങിയപ്പോൾ പറഞ്ഞു ദുഃഖം ദുഃഖഹേതു സുഖോപായം സുഖം. നേരിട്ട് അങ്ങനെ വരില്ല സുഖം. നമ്മൾ പറഞ്ഞ പോലെ എളുപ്പം കിട്ടുന്ന എളുപ്പ വഴിയിലൂടെ കിട്ടുന്നതിൻ്റെ പേരല്ല സുഖം. നാൽപ്പേ സുഖമസ്തി, അല്പത്തിൽ സുഖമില്ല. യദൽപ്പം തന്മർത്യം, എന്താ കാരണം? അല്പമായത് അത് പെട്ടെന്ന് ഇല്ലാതാവും, നശിച്ചു പോകും. നാൽപ്പേ സുഖമസ്തി യദൽപ്പം തന്മർത്യം. ഭൂമാവൈ സുഖം, വലുതിലാണ് മഹത്തായതിലാണ് സുഖമിരിക്കുന്നത്. അപ്പോൾ വലിയ ക്യാൻവാസിൽ കാണുവാൻ കഴിയും. ഇൻഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, ചെറുതിലൂടെ സഞ്ചരിച്ചു, അതും മനസ്സിലാക്കി ഇതും മനസ്സിലാക്കി. അപ്പം നമുക്ക് തോന്നി എത്ര സൂക്ഷ്മമായിട്ടാണ് ആൾ കാര്യം. ആ ഒരു ദേശത്തെത്തി ആളെ പഠിച്ച് അവിടെ ഇത്ര പേരുണ്ട്, ഇത്ര ആണുണ്ട്, ഇത്ര പെണ്ണുണ്ട്, അവരുടെ ജീവിത രീതി ഇതാണ്, ചുറ്റവട്ടങ്ങൾ ഇതാണ്, നമുക്ക് എഴുതിയെടുക്കാൻ ഒരുപാട് നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതെന്താണ്? ഏകദേശ ജ്ഞാനമാണ്. ഒരുപാടുണ്ടാവും, എന്തു വേണേലും പറയാം. ഈ ഏകദേശ ജ്ഞാനങ്ങളിൽ നിരന്തരമായിട്ട് വ്യവഹരിക്കുമ്പോൾ അതെന്തായി? ഒരു ഡിസിപ്ലിനായി, അതൊരു സയൻസായി. അങ്ങനെ സയൻസുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനെപ്പറ്റി കുറേ പക്വത വന്നതിന് ശേഷം ഈ നാളികേര പാകം ഗ്രഹിച്ച ഒരു സയൻറ്റിസ്റ്റായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റൈൻ. ഐൻസ്റ്റൈന് ഈ വിഷയം വളരെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ളൊരു സമാഹരണമാണ്. പലരും അതിൽ ഋഷിത്വം കാണുന്നുണ്ട്. അതിലുള്ള ചില ഭാഗങ്ങൾ നമ്മളുടെ ഈ ആളുകൾ ഉപയോഗിക്കുന്നത് ഭാരതത്തിലെ ഋഷികളുടെ ദർശനത്തെ പരീക്ഷണശാലകളിലൂടെ പുനഃസൃഷ്ടിക്കുവാനുള്ള, അതിനെ സാധുവാക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ ചെയ്യുന്നത് തുടങ്ങിയുള്ള വാക്യങ്ങളൊക്കെ അതിലുണ്ട് എന്നാണ് പറയുന്നത്. എനിക്കത് അങ്ങനെ കേട്ടിട്ടുള്ള പുസ്തകം മുഴുവനായിട്ട്, ആ പ്രബന്ധം മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്യം ഈ സയൻസിനെ പറ്റി പറഞ്ഞത്, പ്രൊസീഡിങ് ഫ്രം വൺ അൺനോൺ ടു അനദർ. വാസ്തവത്തിൽ നമ്മൾ ഈ അറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ചെറിയ ശകലങ്ങൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ നമ്മൾ അറിവുണ്ടായി നിരന്തരം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഞാൻ സുഖിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്ത ഇങ്ങനെ വന്നല്ലോ. ഐൻസ്റ്റൈൻ പറയുന്നു, സയൻസ് ഈസ് പ്രൊസീഡിങ് ഫ്രം വൺ അൺനോൺ ടു അനദർ. ഒരജ്ഞേയത്തിൽ നിന്ന് മറ്റൊരജ്ഞേയത്തിലേക്കുള്ള യാത്രയാണ് സയൻസ്. ഓരോന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ അതതിൻ്റെ അറിവിനെ താണ്ടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ അജ്ഞേയ ഭാഗം ഇനിയും അറിയാനുണ്ട് എന്ന് പറഞ്ഞ് പുതിയ വഴികൾ വെട്ടിപ്പോവുക. എന്താണ് അതിൻ്റെ കുഴപ്പമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താ അതിൻ്റെ കുഴപ്പം? എന്താണ്? അറിവ് നിരന്തരം അങ്ങനെ വികസ്വരമാകേണ്ടതല്ലേ, ഡെവലപ്പിംഗ് ആവണ്ടേ? ഡെവലപ്ഡ് ആകുക എന്ന് വെച്ചാൽ തീർന്നു, യാത്ര അല്ലെങ്കിൽ വളർച്ച തീർന്നു. നിശ്ചലമായി ചലനം. അതുകൊണ്ട് നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നേ. ആത്മാ അതസാതത്യഗമനെ, നിരന്തരം സഞ്ചരിക്കുന്നതിൻ്റെ പേരാണ് ആത്മാവ്. സഞ്ചാരം വിട്ട് നമുക്ക് വേറെ വഴിയില്ല, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പക്ഷെ അവിടെ എങ്ങനെ വേണം? ജ്ഞാനം ഗമനം പ്രാപ്തിരിതി ഗതേസ്ത്രയോർത്ഥ. ഈ ഗതിക്ക്, യാത്രയ്ക്ക് 3 അർത്ഥമുണ്ട്, 3 പോയിന്റുകളുണ്ട്, ബിന്ദുക്കളുണ്ട്. ജ്ഞാനം ഗമനം പ്രാപ്തി. അറിവ് വേണം, അറിവിലൂടെയുള്ള വഴക്കം, അറിവിലൂടെയുള്ള സഞ്ചാരം, അതാണ് ഗമനം, അറിവിലൂടെയുള്ള നേട്ടം. അപ്പം അറിവില്ലാതെ സഞ്ചാരമില്ല, അറിവ് കൊണ്ടുള്ള സഞ്ചാരമില്ല എങ്കിൽ പ്രാപ്തി, നേട്ടവും ഇല്ല. ഇതാണ് ഗതി എന്ന് പറയുന്നത്. അപ്പം ഗതി അരുളണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സാധാരണക്കാരന് ഭജന പാടുമ്പോൾ ഗതിയാണ് പ്രാർത്ഥിക്കുന്നത്. ഗതി എന്താണ്? ഇതുപോലെ ഗതേസ്ത്രയോർത്ഥ, 3 അർത്ഥമുള്ളതിൻ്റെ പേരാണ് ഗതി. അവർ മാർഗമല്ല പ്രാർത്ഥിച്ചത്, വഴിയല്ല പ്രാർത്ഥിച്ചത്, ഗതിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ മാർഗഭേദങ്ങളിരിക്കെ ഈ മാർഗങ്ങൾ സൃഷ്ടിക്കുവാൻ ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതര യുഗങ്ങളിൽ നിന്ന് കലിയുഗത്തെ മാറ്റി നിർത്തുന്നത് മാർഗഭേദങ്ങളാണ്. ഓരോരുത്തരും പുതിയ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നു, എനിക്കെൻ്റെ വഴി, എൻ്റെ വഴിയിൽ കൂടാൻ ആളുണ്ടാവത്തില്ലേ? തീർച്ചയായിട്ടും ആളുണ്ടാവും. ഏത് വഴിയിലും കുറച്ച് പേരെ കിട്ടും. അങ്ങനെ മാർഗത്തെ സൃഷ്ടിക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു. നേരത്തെ ആള് കുറവൊന്നുമല്ലായിരുന്നു. വേദസംഹിതകൾ എടുത്ത് നോക്കുക, അതിൻ്റെ ഓരോ മന്ത്രങ്ങളുടെ അല്ലെ സൂക്തങ്ങളുടെയും തലക്കെട്ടിൽ ഇഷ്ടംപോലെ ഋഷികളുടെ പേര് കാണാം.
ഋഷികകളുടെ പേര് കാണാം. നേരത്തെ നമ്മൾ ആ പഞ്ചകുലങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. ഗുരുകുലത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് 4 കുലങ്ങൾ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഋഷികുലങ്ങളുടെ വർണ്ണന നമുക്ക് ചരിത്രത്തിൽ കിട്ടും. എത്രയോ 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 ഋഷികൾ. നിങ്ങളുടെ തന്നെ ഇപ്പം ഞാൻ ഋഷികളുടെ പേര് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടംപോലെ ഋഷികളുടെ പേര് വരും. ഇവരൊക്കെ എന്താ പറയുന്നത്? പല വഴി പഠിപ്പിക്കുകയാണ് ചെയ്തത്. സമ്പ്രദായ പ്രവർത്തകരായിട്ടുള്ള ഋഷികളെ കാണിക്കാൻ കഴിയും. അഗസ്ത്യൻ്റെ സമ്പ്രദായം പറയാം, അഗസ്ത്യച്ചിട്ട. പരശുരാമൻ്റെ സമ്പ്രദായം, പരശുരാമച്ചിട്ട. ഇതൊക്കെ ഇങ്ങനെ പല വഴി കാണാൻ കഴിയും. വസിഷ്ഠൻ്റെ ചിട്ടയുണ്ട്, വിശ്വാമിത്രൻ്റെ ചിട്ടയുണ്ട്. ഇവരൊക്കെ തമ്മിൽ വഴക്കുണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. വസിഷ്ഠനും വിശ്വാമിത്രനും ഒക്കെ തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. പക്ഷെ അവരുടെ ചിട്ടയുണ്ട്, അവരുടെ മാർഗമുണ്ട്. മധു ഛന്ദ വിശ്വാമിത്രനാണ്, വൈശ്വാമിത്രനാണ് നമ്മുടെ അഗ്നിയിലെ പുരോഹിതൻ, തുടക്കത്തിലുള്ള മന്ത്രത്തിൻ്റെ ഋഷി. അതുപോലെ വിശ്വാമിത്രനാണ് ഗായത്രിയുടെ ഋഷി. വസിഷ്ഠൻ ഉൾപ്പെടെയുള്ള ഋഷികൾ ഈ ഗായത്രി മന്ത്രത്തിൻ്റെ ഉപാസന ചെയ്യില്ല എന്നുണ്ടോ? അപ്പോൾ അങ്ങനെ വഴക്കൊന്നുമില്ല. അതെല്ലാം പുരാണങ്ങളുടെയൊക്കെ ഈ കഥ വന്നു കഴിഞ്ഞപ്പോൾ 2 പ്രധാനപ്പെട്ട തത്വങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ്. രാജർഷി, ബ്രഹ്മർഷി, 2 പരമ്പര. അത് പരിചയപ്പെടുത്താൻ 2 മൂല കാരണങ്ങളെ, നമ്മൾ മൂല ഗുരുസ്വരൂപങ്ങളെ കണ്ടു, വസിഷ്ഠൻ, വിശ്വാമിത്രൻ. കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? കലഹമായി. രാജർഷി, വിശ്വാമിത്രൻ, ബ്രഹ്മർഷി, വസിഷ്ഠൻ. അവസാനം ബ്രഹ്മർഷിയും രാജർഷിയും തമ്മിലുള്ള കലഹത്തിൻ്റെ കഥയായി. ഇത് പുരാണങ്ങളിലല്ല, നിങ്ങൾ വായിച്ചു നോക്കണം. മഹാഭാരതം, രാമായണം, ഇതിലൊക്കെയുള്ള പ്രക്ഷേപങ്ങൾ പിന്നീട് കൂട്ടിച്ചേർത്ത് ഉപാഖ്യാനങ്ങൾ, ഈ കഥാപ്രവചനങ്ങൾ, അങ്ങനെ കഥ പറഞ്ഞ് രസിപ്പിച്ച് പോകുന്ന ആളുകൾ എഴുതി കൂട്ടിയ, പറഞ്ഞു കൂട്ടിയ അനർത്ഥങ്ങൾ, അവരുണ്ടാക്കിയ അനർത്ഥങ്ങൾക്ക് കണക്കും കഴിയുമൊന്നുമില്ല. ഋഷി ദയാനന്ദൻ വളരെ സമർത്ഥമായ ദൃഷ്ടി ഉണ്ടാകുന്ന ഋഷിയായിരുന്നു. വിശേഷിച്ചും ഈ കലികാലത്തിൻ്റെ കാലുഷ്യങ്ങൾക്കിടയിലൂടെ വെളിച്ചത്തിൻ്റെ തിരി കൃത്യമായിട്ട് കണ്ട്, തിരി തെളിച്ച്, കൃത്യമായിട്ട് അതിൽ വേണ്ട എണ്ണയൊഴിച്ച് വിളക്കും കൊളുത്തി വെച്ചിട്ട് പോയി. അപ്പം അദ്ദേഹം പറഞ്ഞു, ഊണ്ട് കി യാത്ര ജൈസെ ഹുയി. ഒരു പ്രയോഗമാണ്, മറ്റുള്ളൊരു പ്രയോഗമാണ്. സത്യാർത്ഥ പ്രകാശം, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടല്ലോ. സത്യ അർത്ഥത്തിൻ്റെ പ്രകാശനം. സത്യം എവിടെയോ മറിഞ്ഞ് കിടക്കുകയാണ്. അത് ശരിയായ സത്യത്തിൻ്റെ അർത്ഥത്തിൻ്റെ പ്രകാശനം, വെളിച്ചമാണ്. പ്രകാശനം വെച്ച് വെളിച്ചമാണല്ലോ. അപ്പോൾ മൊത്തം വെളിച്ചമില്ലാത്തൊരവസ്ഥ. വെളിച്ചം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു, താൻ വെളിച്ചം തേടി, വെളിച്ചം നേടി, അത് പകർന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഊണ്ട് കി യാത്ര ജയ്സെ ഹുയി. ഒട്ടകത്തിൻ്റെ യാത്ര പോലായി മഹാഭാരതത്തിൻ്റെ. ഈ മഹാഭാരതത്തിൻ്റെ യാത്ര എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ യാത്രയാണ്, ലോകത്തിൻ്റെ യാത്രയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ചരിത്രം എന്ന് പറയുന്നത് ആരംഭിച്ചിട്ട്, എഴുത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇതിഹാസ ദൃഷ്ടിയിൽ എഴുത്തിലൂടെയാണ് ചരിത്രം ആരംഭിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ളത് പ്രോട്ടോ ഹിസ്റ്ററി, അതിലും കിട്ടാത്തത് പ്രീ ഹിസ്റ്ററി, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് എഴുത്തിലൂടെയാണ്, എഴുത്തിൻ്റെ ആരംഭം. ആ കാലം പറഞ്ഞു പോകുന്ന 5000 വർഷം മുമ്പാണ്. ആധുനിക ചരിത്ര രചനാ സങ്കേതത്തിൽ 5000 വർഷത്തിനടുത്താണ് ഈ എഴുത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. മഹാഭാരത കാലവും ഏതാണ്ട് ഈ പറഞ്ഞ കാലമാണ്. ആ കാലം തൊട്ട് മഹാഭാരതത്തിൽ ഇന്നിപ്പം നമ്മൾ നോക്കുമ്പോൾ 1.25 ലക്ഷത്തിൽ പരം ശ്ലോകങ്ങൾ വന്നു. ഇതെങ്ങനെ വന്നു? അതിനാണ് അദ്ദേഹം പറഞ്ഞത്, പരമ്പരയെ നോക്കിയിട്ട് ഒട്ടകത്തിൻ്റെ യാത്ര പോലെ. ഇത് വായിച്ചിങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു കോണിക്കിടന്നു, ഒട്ടകത്തിൻ്റെ യാത്ര. ഇതെന്ത് ഈ ഒട്ടകത്തിനെ നമ്മൾ കാണുന്നില്ല. അങ്ങനെ ഗുരുകുലത്തിൽ പോയി അവിടുത്തെ ഒരു സാഹചര്യത്തിൽ നാട്ടിൻപുറത്ത് യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി, ഇതെന്താ സംഗതി എന്നുള്ളത്. അപ്പോഴാണ് ഇതാരും വ്യാഖ്യാനിച്ചു അങ്ങനെ കേട്ടിട്ടില്ല, അത്രയും ആൾ ശ്രദ്ധിച്ചിട്ടില്ല ഈ ഒട്ടകത്തിൻ്റെ യാത്ര എന്ന്. എന്തുകൊണ്ടാണ് ഋഷി അങ്ങനെ സൂചിപ്പിച്ചത്? വിശേഷം മഹാഭാരതം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം, അതിനെ പഠിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയൊരു കീ വാക്യമാണ് ഒട്ടകത്തിൻ്റെ യാത്ര പോലെ. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഹരിയാനയിലും മറ്റും, ഹരിയാന അതുപോലെ രാജസ്ഥാൻ, അവിടെയൊക്കെയാണ് ഒട്ടകം കൂടുതൽ. ഒട്ടകം അവിടുത്തെ നമ്മൾ പല സ്ഥലങ്ങളിൽ ഈ കഴുതെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്ന പോലെ ഒട്ടകത്തോടൊപ്പമാണ് അവിടുത്തെ സാധാരണ കാർഷിക ജീവിതം. അപ്പോൾ ഈ ഒട്ടകം ഒരു ഗ്രാമത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയിട്ടാണ് അത് മുദ്രയൊന്നുമില്ല, ചാപ്പയൊന്നും കുത്തുന്നില്ല. 1-ാം നമ്പർ ഒട്ടകം, 2-ാം നമ്പർ ഒട്ടകം ഒന്നുമില്ല. ഒട്ടകം ഇങ്ങനെ ഒട്ടകങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സഞ്ചി അവിടെ വെക്കുന്നു.
നമ്മുടെ സഞ്ചി, ആ വീട്ടിലെ സാമഗ്രികൾ എന്താണ് വെക്കാനുള്ളത് ഒട്ടകത്തിന് പുറത്ത് വെക്കുന്നു. ഒട്ടകം കുറച്ചു നേരം അവിടെ നിൽക്കും, ചിലപ്പോൾ അതിന് വെള്ളം കൊടുക്കുകയെല്ലാം ചെയ്യുന്ന വരാം. അത് അടുത്ത സ്ഥലത്ത് പോയി നിൽക്കുന്നു, അവിടെ സഞ്ചി വെക്കുന്നു. ഇങ്ങനെ ഇത് യാത്ര പൂർത്തിയാക്കിയിട്ട് ആ ഗ്രാമത്തിൻ്റെ അതിൻ്റെ ഒരു ചന്ത പോലെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ, അവിടെ എത്തുമ്പോൾ, ഒരു പൊതു സ്ഥലത്ത് എത്തുമ്പോൾ ഈ ഒട്ടകത്തെ കാണാൻ പറ്റാത്ത അത്രയും സഞ്ചിയും മറ്റു സാമഗ്രികളും ആലഭാരങ്ങളെ കൊണ്ട് ആകുന്നു. നമ്മുടെ ഇവിടെയും ഉണ്ട് അതുപോലെ എലന്തയും പടയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നത്, ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഉള്ളു, ഈ മധ്യദുരിതാംകൂറിൽ പടയണിന്ന് കേട്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ മറ്റൊരു രൂപമാണ്. അപ്പോൾ അതിനകത്ത് ഈ വെച്ചുകെട്ടുകളുണ്ട്. മനുഷ്യരാണ്, ഈ വെച്ചുകെട്ടുകൾ കഴിയുമ്പോൾ ഇത് മനുഷ്യരാണെന്നുള്ള ഒരു രീതി അങ്ങ് മാറും. അപ്പോൾ ഈ എലന്തയും പടയം എന്ന് പറയുന്ന സംഗതിക്കകത്ത് തുടക്കത്തിലൊരു ചെറിയൊരു രൂപമായിരിക്കും യാത്ര ചെയ്യുന്നത്. പിന്നെ വെച്ചുകെട്ടുകൾ കൂടി 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 ആ നാട്ടിലുള്ള മുഴുവൻ സംഗതികളും എന്ത് ചെയ്യുന്നു, സത്യത്തിൽ വേസ്റ്റുകളാണ്. ഒരു പ്രത്യേകതര ഒരു സംസ്കാരമാണ്, കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. തുറുവെന്ന് കേട്ടിട്ടുണ്ടോ? ഈ വൈക്കോൽ കൊണ്ടുണ്ടാക്കുന്ന വലിയ തുറു, ആ രൂപത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. ഇതാണല്ല, എന്തെങ്കിലും ഒരു എന്താണ് പറയുക, ചക്രം ഘടിപ്പിച്ച സംഗതിയായിരിക്കും, അല്ലെങ്കിൽ ഉന്തിക്കൊണ്ട് പോകുമായിരിക്കും, ഉന്തി തള്ളി ഉരുട്ടിക്കൊണ്ട് പോകുമായിരിക്കും. അതങ്ങനെ എല്ലാ ചപ്പുചോറും എല്ലാം അതിനകത്ത് അങ്ങനെ ഇടും. എന്നിട്ട് ഒരു സ്ഥലത്ത്, പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കത്തിക്കുകയാണ്. പല പല സങ്കേതങ്ങൾ, അത് പഴമയുടെ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അവിടെയും എന്താണ് ഈ ഒരു അവസ്ഥയാണ്. തുടക്കത്തിൽ ചെറിയൊരു രൂപമായിരിക്കും, പിന്നെയോ ഒരു ഭീമാകാരമായ ഒരു രൂപമായിട്ട് മാറും. ഇത് ഈ ഒട്ടകത്തിൻ്റെ യാത്രയിൽ സംഭവിക്കുന്നത് എന്താണ്, ഒട്ടകത്തെ കാണാനാവാത്ത നിലയിൽ ഇതങ്ങ് മാറി. അതിൻ്റെ തനി സ്വരൂപം എന്തെന്നറിയാത്ത രീതിയിൽ മഹാഭാരതത്തിൻ്റെ യാത്ര ഒട്ടകത്തിൻ്റെ യാത്ര പോലെ. ഇപ്പം നിങ്ങൾക്കത് കാര്യം മനസ്സിലായി കാണും. അത് ജയം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു എന്താണ് പറയുന്നത്, ഐതിഹാസികമായ ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള മനുഷ്യവംശത്തിൻ്റെ യാത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബിന്ദുവായിരുന്നു ഈ ജയം എന്ന ഇതിഹാസം. ആ ഇതിഹാസം ആദ്യ ഇതിഹാസമാണ്. ശ്രേഷ്ഠരായ മനുഷ്യരുടെ വ്യവഹാരം, ശ്രേഷ്ഠതയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന വ്യവഹാരം, മാതൃകാ ജീവിതം. നേരത്തെ പറഞ്ഞ പോലെ പല വഴിയല്ല, വഴി, തിരഞ്ഞെടുക്കപ്പെട്ട വഴി, അന്വേഷിച്ചാൽ കിട്ടുന്ന വഴി, അന്വേഷിക്കുന്നവൻ എത്തുന്ന വഴി, അതിനാണ് വഴിയെന്ന് പറയുന്നത്. ബാക്കിയെല്ലാം തടസ്സങ്ങളാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ നടക്കണം, എന്തിന് നടക്കണം, ലക്ഷ്യത്തിലെത്തുന്നത് എങ്ങനെ, ഇതെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി ജയത്തിൻ്റെ അർത്ഥം എന്താണ്? വിക്ടറി, പ്രാപ്തി, നേട്ടം. അതായിരുന്നു കലികാലത്തിനു വേണ്ടി, കലികാലത്തിൽ മാർഗദർശകനായിരുന്ന, നമ്മൾ ഇന്നും ഗുരുസ്വരൂപം, വ്യാസജയന്തി, ഗുരുപൂർണിമ ഒക്കെ ആ നാമത്തിലാണല്ലോ കൊണ്ടാടുന്നത്. അവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നത് ജയമാണ് ഉപദേശിച്ചത്. പക്ഷെ ഇന്നിരിക്കുന്നത് മഹാഭാരതമാണ്. ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഋഷി ഒറ്റ വാക്യത്തിൽ പറഞ്ഞത്. മഹാഭാരതത്തിൻ്റെ യാത്ര ഇപ്പോൾ ഒട്ടകത്തിൻ്റെ യാത്ര പോലെയാണ്. ഇതല്ല ജയം. ഈ മഹാഭാരതത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾ കഥാപ്രപഞ്ചത്തിൽ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് എവിടെയൊക്കെയോ എന്തൊക്കെയോ കിട്ടുന്നില്ല എന്നില്ല. തുടർച്ചയായി നടക്കുന്നുണ്ടല്ലോ. ഭാഗവത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ഒക്കെ കഥാപ്രവചനങ്ങളിൽ നടക്കുന്നുണ്ട്. ആ കഥ കേട്ട് രുചിച്ച് അല്പാഹാരം അവിടുന്ന് വന്നു, എന്താ പറയുക, ബുഫേ സിസ്റ്റം ഉണ്ടല്ലോ, അവിടുന്ന് അല്പം കിട്ടി, ഇവിടുന്ന് അല്പം കിട്ടി, അങ്ങനെ പോകുന്നു. പക്ഷെ സദ്യ ഉണ്ണണമെങ്കിലോ, സദ്യയുടെ അനുഭവം, ഇന്ന് സദ്യ ആളുകൾക്ക് പലർക്കും അവരുടെ ആരോഗ്യദശ കൊണ്ട് കഴിക്കാനേ പറ്റുന്നില്ല. നമ്മളൊക്കെ സദ്യ കൊണ്ട് ശീലിച്ചവരാണ്. പാരമ്പര്യത്തിൻ്റെ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത്, ഷഡ്രസ ആഹാരം, 6 രസങ്ങളുണ്ടാകും. ആ 6 രസങ്ങൾ എങ്ങനെ ചേർക്കണം, അതൊക്കെയാണ് സദ്യയിലുള്ളത്. സദ്യ, അത് മൂലശബ്ദം. അപ്പം ഇങ്ങനെ ആ ഒരു സംസ്കാരം, ഇങ്ങനെ ആ തിരിയുടെ കാഴ്ചയുണ്ടല്ലോ, തിരി ഇങ്ങനെ നീണ്ടു കിടക്കുന്നു, അതിങ്ങനെ എണ്ണ എടുത്തുകൊണ്ടേയിരിക്കുന്നു, അത് ദീപമായിട്ട് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരീരവും ഇതുപോലെ ഒരു നീണ്ട തിരിയാണ്, അതിലൂടെ കത്തി പുറത്തു വരേണ്ടത് ജ്ഞാനമാണ്. അതെങ്ങനെ എല്ലാ തലമുറയിലും ആ തിരി എന്തിനാണ് കാണിക്കുന്നത്? നീളത്തെയാണ് കാണിക്കുന്നത്. എല്ലാ തലമുറയും ഈ തിരി കൊളുത്തിയില്ലെങ്കിൽ, ആ തിരിയിൽ എണ്ണ ഒഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആ അറിവ് പ്രകാശിക്കുക? അപ്പം നമ്മുടെ നിയോഗം, ഓരോ തലമുറയുടെയും എക്കാലത്തെയും നിയോഗം എന്താണ്? തിരി കെടാതെ നോക്കുക, കരിന്തിരി കത്താതിരിക്കണം. അതിനാണ് നിത്യവും കുറഞ്ഞത് 2 നേരം തിരി തെളിച്ചു വെക്കും. പൂർവികര് അഗ്നിഹോത്രികളായിരുന്നു. ജരാമര്യമിതം സത്രം, ജരാനരകൾ ബാധിച്ച് മരിക്കുന്നത് വരെയും ചെയ്യണം.
അവിടെ എന്ത് ചെയ്യാണ്? ഗാർഹപത്യ അഗ്നി, ഗൃഹപതിയായിട്ട് അഗ്നിയെ സ്ഥാപിക്കുകയാണ്. പിന്നെ അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ അഗ്നിയെ കെടാതെ നോക്കുക എന്ന ഒരൊറ്റ വ്രതമേ ഉള്ളൂ ഈ അഗ്നിധ്രന്. യജമാനനാണ്, ഷാനച്ച് പ്രത്യയമാണ്. യജമാന, യജിച്ചുകൊണ്ടേയിരിക്കുക, യജിച്ചുകൊണ്ടേയിരിക്കുക. യജമാന പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. യജ്ഞം തീരില്ല, രാവിലെ ചെയ്തു വൈകുന്നേരം, അങ്ങനെയില്ല, തുടർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ യജ്ഞ സംസ്കാരത്തിന്റെ നിത്യസൂചനയാണ് ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന ഗൃഹദീപങ്ങൾ. സന്ധ്യാസമയങ്ങളിൽ രാവിലെയും വൈകുന്നേരം, പ്രാതസന്ധ്യയിലും സായസന്ധ്യയിലും നമുക്ക് ഈ തിരിതെളിഞ്ഞ് കത്തുന്ന ഗൃഹങ്ങളെ കാണാം. അത് യജ്ഞ സംസ്കാരമാണ്. ഇനി ജയം പറഞ്ഞല്ലോ, ജയം ഒന്ന് തിരിച്ചിട്ടേ യജ ആയി. ജയ യജ. അത് വായിക്കുമ്പോൾ ജയ ശബ്ദം കടപ്പയാതിയിൽ വായിക്കുമ്പോൾ 81. പക്ഷെ അത് സംഖ്യാനാം വാമതോഗതി എന്നാണ് നിയമം. സംഖ്യകളുടെ നമ്മളുടെ മൂല്യം കൂടുന്നത് 8 എങ്കിലും അത് നമ്മൾ അക്ഷരച്ചിട്ടയിൽ വായിക്കുമ്പോൾ തിരിച്ചു വായിക്കണം. അത് 18 ആവും. 81 18 ആവും. 18 എന്ന സംഖ്യയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ 18ന്റെ പ്രാധാന്യം വീണ്ടും വീണ്ടും നമ്മൾ അനുരണനം ചെയ്യുന്ന, പരമ്പരയോടൊപ്പം ചേർന്നുകൊണ്ട് അനുരണനം ചെയ്യുന്ന ഒരു കാലമാണ്. സാധാരണക്കാരൻ പോലും 18ാം പടിയിലേക്ക് പോകുന്ന വൃശ്ചികത്തിൻ്റെ ഒരു വ്രതകാലം ആണ്, മണ്ഡലകാലമാണ്. മണ്ഡലകാലത്തിലാണ് നമ്മൾ. ഈ 18 എന്നത് അറിയാമല്ലോ, മഹാഭാരതത്തിന് 18 ദിവസം കൊണ്ട് പൂർത്തിയായ യുദ്ധം, 18 അഷ്ടാദശ അധ്യായിനിയായ ഗീത, പിന്നെ 18 അക്ഷൗണികൾ, ഇങ്ങനെയൊക്കെയുള്ള ആ 18ന്റെ ഒരുപാട് വ്യവഹാരങ്ങളുണ്ട്. ഇതെല്ലാം മൂല ഇതിഹാസത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്നു. എങ്ങനെ? ജയ ശബ്ദത്തിലുണ്ട്. ഈ കടപ്പയാതി സമ്പ്രദായം ആര്യഭടനോ അല്ലെങ്കിൽ ആര്യഭടന് ശേഷം വന്ന ആളിലൊക്കെ ചെയ്തു എന്നാണ് പലരും പറയുന്നത്. ജയം എന്ന ഇതിഹാസത്തിൽ അതുണ്ട്. കാരണം എന്താണ്? യജിച്ചാലേ ജയിക്കുവാനാവൂ. ഈ 81ലേക്ക് നിങ്ങൾക്ക് പൂർണ്ണസംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ 9 9 81, അതിലേക്ക് എത്തണമെങ്കിൽ ഈ 18 അറിയണം. 9 ഗുണം 2 അറിയണം. അപ്പോൾ പൂർണ്ണതയിലേക്കുള്ള നമ്മളുടെ യാത്ര അതിന് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും മര്യാദകളും ഉണ്ട്. ജയത്തിനാണ് നമ്മളുടെ പുറപ്പാടെങ്കിൽ ഇത് ഒരുപാട് പരാജയപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഒരുപാട് ദുഃഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ താണ്ടിക്കഴിയുമ്പോഴാണ് വഴി തെളിയുക. അതിൽ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണ്? ഹെർഡിൽസ് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമാണ്, സുഖമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നു വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ യാത്ര തീർന്നു. ബുദ്ധിമുട്ട് വരുമ്പോഴോ, ഹെർഡിൽസ് വരുമ്പോഴോ, ദുഃഖങ്ങൾ കൂടുമ്പോഴോ, അപ്പോൾ ദുഃഖങ്ങളെ നേരിടാൻ അനുശീലിക്കുക എന്നതാണ് ശരിയായൊരു സാധകൻ്റെ, ശരിയായൊരു പഥികൻ്റെ മാനസികാവസ്ഥ. അത് എത്രയും വേഗം നമുക്കുണ്ടാവാം. ബുദ്ധിമുട്ടുകളൊന്നും വേണ്ട എന്ന് ചിന്തിച്ചാൽ അത് സയൻസിൻ്റെ വഴിയായി. ഈ മൊബൈൽ ഉൾപ്പെടെയുള്ള സാമഗ്രികളെല്ലാം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വേണ്ട, ബുദ്ധിമുട്ട് ഒഴിയട്ടെ. എല്ലാവർക്കും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ. അത് വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചു കൊള്ളുക. പക്ഷെ അതിൻ്റെ അപകടം വളരെ വലുതാണ്. നമ്മൾ ഈ എളുപ്പം കിട്ടുന്ന സുഖം, ദുഃഖമേ ഇല്ല, ദുഃഖത്തിൻ്റെ ചിന്തയില്ല. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ദുഃഖമുണ്ടായി കഴിയുമ്പോൾ പിന്നെ അങ്കലാപ്പിലായി ഈ സുഖവ്യവസ്ഥ മുഴുവൻ തകരുകയാണ്. എത്രയോ വട്ടം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു, പല രൂപത്തിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ രൂപത്തിൽ, വലിയ മഹാരോഗങ്ങളുടെ, മഹാവ്യാധികളുടെ. ഇവിടെയൊക്കെ നമ്മളുടെ ഈ സിസ്റ്റം എന്ത് ചെയ്യുകയാണ്? പണ്ടെങ്ങും ഇല്ലാത്ത പോലെ പരീക്ഷണത്തിന് വിധേയമാകുക. അപ്പം അതുകൊണ്ട് ഈ ആര്യചിന്ത വളരെ പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വഴികൾ ഒരുപാട്, യാത്ര നടക്കുന്നില്ല. അപ്പം യാനമാണ് വേണ്ടത്, അയനമാണ് വേണ്ടത്. മാർഗങ്ങൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല. നടക്കുവാൻ പാകത്തിലുള്ള മാർഗം ഉണ്ടാവും. അപ്പോൾ ഈ പ്രൊസീഡിങ് ഫ്രം വൺ അൺനോൺ ടു അനദർ, ആജ്ഞേയത്തിൽ നിന്ന് അജ്ഞേയത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കുക എന്നതല്ല, ഉചിതമായ വഴിയിലേക്ക് നമ്മൾ എത്രയും വേഗം എത്തപ്പെടണം. അപ്പോൾ പരമ്പരയാണ് ഇവിടെ പ്രമാണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ വിഷയങ്ങളിലൊക്കെയും പരമ്പരയാണ് പ്രമാണം. തുടർച്ചയായിട്ട് അറിവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനുള്ള പരിപാകം ഉണ്ടാവണം. എളുപ്പത്തെ അല്ല, മറിച്ച് ദുഃഖത്തെ ഉപാസിക്കണം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റില്ല, അത് നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. എത്ര ദുഃഖം കൂടുന്നു അത്ര കണ്ട് പുണ്യം കൂടുന്നു എന്ന് മനസ്സിലാക്കണം. സുഖം അനുഭവിക്കുമ്പോൾ പുണ്യം ചുരുങ്ങുകയാണ്. സുഖം അനുഭവിക്കുമ്പോൾ നമ്മുടെ പുണ്യമാണ് എന്ത് ചെയ്യുന്നത്? വ്യയം ചെയ്യപ്പെടുന്നത്.
ദുഃഖത്തെ നേരിടുമ്പോൾ, ദുഃഖം അനുഭവിക്കുമ്പോൾ പുണ്യം കൂടുന്നു, പാപം കുറയുന്നു. കാരണം ദുഃഖം അനുഭവിക്കുന്തോറും പാപ ക്ഷയമുണ്ടാവുകയാണ്, പാപത്തിൻ്റെ ഭോഗം അനുഭവം ഉണ്ടാവുകയാണ്. പാപത്തെ അനുഭവിച്ചു തീർക്കുകയും പുണ്യത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പുണ്യാത്മാക്കളായിട്ട് സഞ്ചരിക്കുമ്പോൾ ഉത്തരോത്തരം മികച്ച ലോകങ്ങളിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ടാണ് ദേവയാനം, പിതൃയാനം, അസുരയാനം, ഇങ്ങനെ 3 യാനങ്ങൾ യാനത്രയം പറഞ്ഞത്. യാനത്രയം, യാനമാണ് നമ്മളുടെ ചർച്ചാ വിഷയം. നമ്മളിപ്പോൾ പുതിയതായിട്ട് ആരംഭിച്ചത് ഈ 10 ഏടുകൾ കഴിഞ്ഞപ്പോൾ. ആ യാനത്രയത്തിൽ ഇനി നമുക്ക് നോട്ട് ചെയ്യാൻ പലതുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ വേഗമായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കുടുങ്ങി കിടക്കുകയാണ്. പൊതുവേ നമ്മുടെ ചിന്തകൾ ചെറുതിൽ, ഏകദേശത്തിൽ ചുരുങ്ങി കിടക്കുക. അവിടെ നിന്ന് മാറ്റിയിട്ട് ആ മൊത്തം ക്യാൻവാസിലേക്ക് നമ്മളുടെ ചിന്ത പോകണം. അപ്പോൾ ജയം എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ യജിക്കണം, യജനശീലരാവണം, യജമാനന്മാരാവണം. യജമാനന്മാര് ജന്മികളായിട്ട് മാറി. യജമാനൻ, ജന്മി ഇതെല്ലാം ഒന്നായിട്ട് മാറി. അതുകൊണ്ട് എന്തുണ്ടായി? പരമ്പര മുറിഞ്ഞു. പരമ്പര മുറിയുമ്പോൾ ന്യൂ ജനറേഷൻസ് വരുന്നു. ഈ ന്യൂ എന്ന് വെച്ചാൽ ജനറേഷൻ ഗ്യാപ്പ് കൂടുന്നു. ജനറേഷൻ ഗ്യാപ്പ് വരുമ്പോൾ തിരി മുറിഞ്ഞു കത്തുന്ന അല്ലെങ്കിൽ കരിന്തിരി കത്തുന്ന അനുഭവമാണുള്ളത്. അനുസ്യൂതി ഉണ്ടാകുന്നില്ല. അറിവിൻ്റെ വെളിച്ചം കെടാതെ തുടരുന്നില്ല. ഓരോ തലമുറയും പുതിയതായിട്ട് ഓരോന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. എവിടെയാണ്? നിത്യനൂതനമായ പ്രപഞ്ചത്തിലാണ്. അതേ സൂര്യൻ, അതേ ചന്ദ്രൻ നമ്മൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? പരമ്പരയുടെ അറിവ് മുറിഞ്ഞു പോകുമ്പോഴാണ്. തൊട്ട് മുമ്പുള്ളവരൊന്നും അറിയാത്തവരൊന്നും അല്ല. അവർ നമ്മളെപ്പോലെ തന്നെ സൂര്യനെ അറിഞ്ഞവരാണ്, ചന്ദ്രനെ അറിഞ്ഞവരാണ്, നക്ഷത്രങ്ങളെ അറിഞ്ഞവരാണ്, അന്തരീക്ഷങ്ങളെ അറിഞ്ഞവരാണ്. അന്തരീക്ഷം എന്ന പേര് നോക്കുക. അന്തഃ ഋക്ഷാണി ചരന്തി. എത്ര വൃക്ഷങ്ങൾ, ഈ പറയുന്ന ഗ്രഹ നക്ഷത്രാദി കോടികൾ, നക്ഷത്രരാശികൾ സഞ്ചരിക്കുന്ന ഇടം. ഈ ചുറ്റും കാണുന്ന നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഈ ഇട്ടാവട്ട സ്ഥലത്തിനല്ല അന്തരീക്ഷം എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റെല്ലാർ സ്പേസ് എന്നതിൽ കുറഞ്ഞ ഒരു വിവർത്തനം അതിന് പറ്റില്ല. ഈ വലിയ ഗാലക്സികൾക്ക് ഇടയിലുള്ള സ്ഥാനം, അതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് ഹിരണ്യാനി രജാംസി ഗർഭേ ഇവ യസ്യ. ഈ ലോകങ്ങളുണ്ടല്ലോ, അത് പൊടിക്കൂട്ടങ്ങൾ പോലെ, വെറും പൊടിക്കൂട്ടങ്ങളല്ല, സ്വർണ്ണ നിറത്തിലുള്ള പൊടിക്കൂട്ടങ്ങൾ പോലെ എവിടെയാണോ ഒതുങ്ങിയിരിക്കുന്നത് അതിനെയാണ് ഹിരണ്യഗർഭ എന്ന് ഋഷി പേരിട്ടത്. അപ്പം അങ്ങനെ ലോകലോകാന്തരങ്ങൾ എത്ര വലിയ അനന്തത, എത്ര നിസാരമായിട്ട് പൊടിക്കൂട്ടങ്ങളായിട്ട് കാണുവാനുള്ള കാഴ്ച, സ്വർണ്ണ പൊടിക്കൂട്ടങ്ങളായിട്ട് കാണുവാനുള്ള കാഴ്ച. എത്ര വിശ്വം ഭവതി ഏകനീടം, ലോകം ഒരു കിളിക്കൂട് പോലെ. ഇത്രയും വലിയ കാഴ്ചയിൽ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങളെ കണ്ടത്. അപ്പം നമുക്ക് അല്പത്തിൽ നിന്നും, എളുപ്പമുള്ള സുഖത്തിൽ നിന്നും, ലളിതമായ വഴികളിൽ നിന്നും മാറിയിട്ട് ഈ സമഗ്രമായ കാഴ്ച, ഗസ്റ്റാൾട്ട് എന്ന് ഹെഗലിനെ പോലുള്ളവർ അഭിദർശനം ചെയ്ത, അവർക്കങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു ഈ സമഗ്രതയുടെ ദൃഷ്ടി ഉണ്ടാകണമെന്ന് പുറത്തു. സയൻസിൻ്റെ ഇപ്പോഴത്തെ വഴി പോയി കഴിഞ്ഞാൽ എന്താണ്? അജ്ഞേയം. ഒരറിവില്ലാത്തത് കിട്ടി, അടുത്തറിവില്ലാത്തത് കിട്ടി. അറിവില്ലായ്മയെ ഉപാസിച്ചുകൊണ്ടേയിരിക്കുന്നു. സുഖമാണെന്ന് പേര്. അപ്പോൾ ദുഃഖത്തിൻ്റെ ഉപാസന, സത്യത്തിൻ്റെ ഉപാസന ചെയ്യണം. ദുഃഖം യാഥാർത്ഥ്യമാണ്, അതിനെ താണ്ടിയേ മതിയാകൂ. നമ്മളിപ്പോൾ അറിവില്ലാത്തവരാണ്. അറിവില്ലായ്മയാണ് ദുഃഖത്തിന് നിദാനം. പറയുന്നു ആശയാണ് ദുഃഖത്തിന് കാരണം. ബുദ്ധമതം ഉപദേശിച്ചു. ഈ നേരത്തെ പറഞ്ഞ ആ ക്ഷണികതയുടെ തത്വം പറയുന്നവർ ഓരോ നദിയുടെ പ്രവാഹത്തിൻ്റെ കരയിൽ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യം സൂചിപ്പിച്ചുവല്ലോ നമ്മൾ. അപ്പം നദിയുടെ കരയിൽ അവിടെ നിൽക്കുമ്പോൾ നദി ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഹിരാക്ലിറ്റസിനെ പോലെയുള്ള ആ ഭൗതികവാദികൾ പറഞ്ഞു ഒരു നദിയിൽ 2 വട്ടം കാലുകുത്താനാവില്ല. ഈ നദിയുടെ പ്രവാഹത്തെ എവിടെ കണ്ടു? നമ്മൾ ആ നിൽക്കുന്ന തൊട്ട് മുമ്പുള്ള ഭാഗത്തെ മാത്രമേ കാണുന്നുള്ളൂ, ഏകദേശ കാഴ്ച. അതാണ് നദി എന്ന് പറയുന്നത്. അത് എവിടെയോ അതിദൂരത്തിൽ ഹിമാലയാദി പർവ്വതങ്ങളിൽ ഉദ്ഭവിച്ച് സമുദ്രപര്യന്തം യാത്ര ചെയ്യുന്നതാണ്. അതിനെ അങ്ങനെ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ സമാധി ശീലിക്കും. അതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെയും നിങ്ങൾ നദി എന്ന് പറയും. പക്ഷെ നദി എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആകത്തുകയെ ആദ്യം കാണുക, എന്നിട്ട് നമ്മളുടെ ഭാഗത്തെ ഉറപ്പിക്കുക.
അപ്പോൾ മാർഗത്തെ അവിടെയും ഇവിടെയും കണ്ടുകൊണ്ടല്ല യാത്ര ചെയ്യേണ്ടത്. മാർഗത്തെ ആകെ കാണണം, തുടക്കം ഒടുക്കം കാണണം, പരമാവധി നമ്മെ കൊണ്ടാവുന്ന വഴിക്ക്. എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങണം. ലക്ഷ്യത്തിലേക്കാണ് യാത്രയെന്ന് ഉറപ്പാക്കണം. ലക്ഷ്യത്തിലേക്ക് ഉള്ള യാത്രയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ലക്ഷ്യമില്ലാത്ത യാത്രയാണ് ഇന്നത്തെ നിലയിൽ സയൻസ് എന്ന് പറയുന്നത്. വേദശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ അടിയന്തരമായിട്ട് തിരിച്ചറിഞ്ഞ് അനുശീലിക്കേണ്ടതാണ്. നമ്മളെ ചില തെറ്റായ ശീലങ്ങൾ, ചില തെറ്റായ കീഴ്വഴക്കങ്ങൾ, ചില തെറ്റായ രീതികൾ നീക്കിയാൽ മാത്രമേ തെളിഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പം വിശ്വാനിദേവ സവിതർ ദുരിതാനി പരാസുവ യത് ഭദ്രം തന്ന ആസുവ. നമ്മൾ പലതും ശീലിച്ചു വച്ചിരിക്കുന്നത് ദുരിതമാണ്, ദുഃഖേനയിതം. നമ്മൾ ഈ സുഖത്തിന് വേണ്ടി സുഖമെന്ന് കണ്ട് ദുഃഖത്തെ മാറ്റിവെച്ചു. ദുഃഖത്തെ നേരിടണോ, നെഗറ്റീവ്സ്, നിങ്ങൾക്ക് 10 നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ 10 നെഗറ്റീവിനെ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആക്കമാണ് കിട്ടുക. അതേസമയം ആ 10ഉം പോസിറ്റീവ് ആണെങ്കിലോ അതനുഭവിച്ചു തീർന്നു. 10 സുഖാനുഭവത്തിന് ഒരു തൂക്കം വെക്കുക, അതായത് നമ്മൾ തുലാഭാരം തൂക്കുന്ന ആ മട്ടിൽ 10 സുഖത്തിൻ്റെ അനുഭവത്തെ വെക്കുക, 10 ദുഃഖത്തിൻ്റെ അനുഭവത്തെ വെക്കുക. ഏതിനായിരിക്കും നമ്മെ സംബന്ധിച്ച് ഓർമ്മ നൽകാനാവുക, നമ്മെ സംബന്ധിച്ച് ഊർജം നൽകാനാവുക? 10 സുഖാനുഭവം അനുഭവിക്കുന്ന സമയത്ത് ഓക്കെ, കുഴപ്പമില്ല. 10 ദുഃഖം താണ്ടി കഴിയുമ്പോൾ വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവും. അത് നമുക്ക് എന്താവില്ല, ഭാരമാവില്ല. ഈ അനുഭവിച്ചു തീർത്ത സുഖമോ അത് ഭാരമായിരിക്കും. കാരണം എന്താണ്, വീണ്ടും വീണ്ടും അത് വേണം, ആ അല്പത്തിലേക്ക് തന്നെ നമ്മളെ അത് പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദുഃഖമേവ സർവം വിവേകികൾക്ക് ഇതൊക്കെ ദുഃഖമാണ് എന്ന് യോഗശാസ്ത്രത്തിൽ പറയും. സർവം ദുഃഖമിതി സമാധി ഭാവനമുപദിശ്യതേ. നിങ്ങൾ വലിയ സമാധിയിലേക്ക് നീങ്ങണം, സമാധിസ്ഥരാകണം, സമാധി പ്രജ്ഞയുള്ളവരാകണം. നിങ്ങളൊരു നദിയെ കാണുമ്പോൾ ആ ഓരോ ക്ഷണത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാഹത്തിൻ്റെ ഒഴുക്കിനെയല്ല നിങ്ങൾ കാണുന്നത്. മഹാപ്രവാഹം എവിടെയോ അനാദിയിൽ നിന്ന് തുടങ്ങി അനന്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിത്യപ്രവാഹത്തെ കാണണം. അതിനാണ് സമാധി. ആ സമാധി ശീലിച്ചാൽ മാത്രമേ ഈ ജന്മമെടുത്തത് സഫലമാവുകയുള്ളൂ. മനുഷ്യനായിരിക്കണം, അഗ്നിയെ ഉപാസിക്കണം, യജനം ചെയ്യണം. യജിച്ചാൽ ജയിക്കും. ഇതാണ് മഹാഭാരതാദി മഹാഗ്രന്ഥങ്ങളൊക്കെയും പറഞ്ഞത്. അപ്പോൾ അവിടെ നയം കൃഷ്ണന് ജയം പ്രാർത്ഥന എന്നാണ് ഭഗവത്ഗീത ഉപസംഹരിക്കുന്നത്. നയം കൃഷ്ണന് ജയം പ്രാർത്ഥന. ജയമാണല്ലോ ഉപദേശം, ജയിക്കാനുള്ള വഴി, നേട്ടത്തിനുള്ള വഴി. അത് നയത്തിലൂടെ കിട്ടുകയുള്ളൂ. ആ നയം എന്താണ്? യജ്ഞമാണ് നയം. മഹാഭാരതത്തിൻ്റെ കാമ്പായിട്ട് അതിൻ്റെ സാരമായിട്ട് നമുക്ക് ഗീതയെ കാണാമെങ്കിൽ ഗീതയുടെ സാരമായിട്ട് ഞാൻ കാണുന്നൊരു വാക്യം, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര. മുക്തിക്കുള്ള വഴിയാണ്, രക്ഷയ്ക്കുള്ള വഴിയാണ്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര. കർമ്മത്തെ യജ്ഞമായിട്ട് കാണണം, യജ്ഞത്തെ അറിയണം, യജ്ഞതത്വത്തെ അറിയണം, യജമാനരാകണം, യജിക്കുന്നവരാകണം, യജനം ശീലിക്കണം. അപ്പം അതിന് നമ്മളുടെ ചില ചിട്ടവട്ടങ്ങളുടെ രീതികൾ മാറണം. കൂടുതൽ നല്ല പഥ്യങ്ങൾ നമ്മൾ ആചരിക്കണം. ആ വഴിക്ക് ഈശ്വരൻ ഗുരുപരമ്പരയെ നമ്മെ നയിക്കട്ടെ. ഓ നമസ്തേ. യാനത്രയം അടുത്ത ഭാഗത്ത് ചിന്തിക്കാം. നമസ്തേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഇപ്പോ അല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ടാല് പിന്നീട് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും മതിയാവും. ഇപ്പോ ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞതിനെ സംബന്ധിച്ചോ നേരത്തെ ഉള്ള കാര്യങ്ങളെ കുറിച്ചോ നിങ്ങൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആചാര്യന് ക്ഷീണം ഉണ്ടാവും. ഇന്നലത്തെ യാത്രയുടെ 2-3 ദിവസത്തെ പോളിംഗ് ചുമതലകളൊക്കെ ആയിട്ട് അല്ലെ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ എല്ലാവരും പോകട്ടെ. അപ്പൊ നാളെ നമുക്ക് ദർശനയുടെ ക്ലാസ് വെക്കാം. വേടിജി പറഞ്ഞിട്ടുണ്ട്, തുടർച്ചയായിട്ട് വെക്കാം. അതിന്റെ കാര്യങ്ങൾ നാളെ പറയാം. നമസ്തേ ആചാര്യ. ഓ ഓക്കെ.